ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു കേക്കാണ്, റാഫല്ലോ കേക്ക്. ഇത് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ വീട്ടിൽ പ്രിപ്പയർ ചെയ്തതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. നല്ല ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള ഒരു കേക്ക്. വരൂ, അത് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ജ്യോതിസ് കിച്ചൻ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. വരൂ, വീഡിയോയിലേക്ക് പോകാം. റഫല്ലോ കേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഇവിടെ ഒരു 1/4 കപ്പ് ആൾ പർപ്പസ് ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. 3 പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച ബദാം. ഇത് നമ്മൾ വറുത്തിട്ടോ ഒന്നുമില്ല, പ്ലെയിൻ ബദാമാണ്. ഇതുപോലെ രീതിയിൽ പൊടിച്ചെടുക്കണം. ഒരുപാട് നൈസായിട്ടും ആവണ്ട, അതിൽ നിന്ന് എണ്ണ വരും. അതുകൊണ്ട് നമുക്ക് പൊടിച്ച ശേഷം 1/2 കപ്പ് ഇതിലിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി മാറ്റി വയ്ക്കാം. ഇവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 കപ്പ് ഷുഗർ, ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇത് കുറച്ചായിട്ടിട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ്ഗ് നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗോൾഡ് വിന്നർ അല്ലെങ്കിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി. വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാം. ഇവിടെ 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതും നമുക്കിതിൽ ചേർത്തിട്ട് ഒന്ന് ആദ്യം നമുക്ക് ഒരു പോർഷൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് പാൽ, കുറേശ്ശെ ആൾട്ടർനേറ്റീവിൽ നമുക്ക് ഇത് ഒഴിക്കാം. മൈൽഡായിട്ട് ചെയ്യണം. ലാസ്റ്റ് ബാച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ആൽമണ്ട് എസൻസ് ഒഴിക്കുകയാണ്. ഇത് കയ്യിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, ഒരു ഓപ്ഷനാണ്. ആൾറെഡി നമ്മൾ വനില എസൻസ് ഒഴിച്ചിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ഇവിടെ ഒരു 8 ഇഞ്ചിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ ടിന്ന് എൻ്റെ കയ്യിലില്ല, പക്ഷേ ഇത് 8 ഇഞ്ചിൻ്റെയാണ്. അപ്പം നല്ല ഹൈറ്റും ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലാണ് സാധാരണ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊഴിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. ഇവിടെ ഒരു വലിയ പാത്രം പ്രീഹീറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ തട്ടും വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വച്ചിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 35 to 40 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 40 മിനിറ്റ്സ് ആയി. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഒരു 30 മിനിറ്റ്സിൽ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ കേക്ക് സ്പോഞ്ച്, ആൽമണ്ട് സ്പോഞ്ച് റെഡിയായി.
നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഹൈറ്റിലും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തണുത്തിട്ട് നമുക്ക് ലേസ് ആക്കിയിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. നമ്മുടെ ബദാം കേക്ക് 3 ലേസായിട്ട് വെട്ടി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ഇവിടെ നമുക്ക് വെറ്റ് ചെയ്യാനുള്ളത് ഹാട്ട് വാട്ടർ, ഒരു ആറി തണുപ്പിച്ച ചൂട് വെള്ളമാണ്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ്. സാധാരണ നമ്മൾ പഞ്ചസാര ഷുഗർ സിറപ്പാണല്ലോ ഉണ്ടാക്കുന്നത്. ഇത് മിൽക്ക് മെയ്ഡ് സിറപ്പാണ് നമ്മൾ യൂസ് ചെയ്യണത്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് വേണം നമുക്ക് വെറ്റ് ചെയ്തെടുക്കാൻ. ഇവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റിഫായിട്ടുള്ള പീക്സായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഫ്ലവർ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഐസിങ് ചെയ്യാൻ. ഡെസിക്കേറ്റഡ് കോക്കനട്ടും വിപ്പിംഗ് ക്രീമും നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പൈപ്പിംഗ് ബേക്കിലേക്ക് ആക്കാം. ഒരു ബോളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വയ്ക്കാം. ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നമുക്ക് ഈ മിൽക്ക് മെയ്ഡ് സിറപ്പ് കൊണ്ട് നമുക്ക് വെറ്റ് ചെയ്തെടുക്കാം. അതുപോലെ വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യാം. ഒരു ലെയർ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് പീൽ ചെയ്ത് ചോപ്പ് ചെയ്ത ബദാം കുറച്ച്, റോസ്റ്റൊന്നും ചെയ്തിട്ടില്ല, തിളച്ച വെള്ളത്തിലിട്ടിട്ട് പീൽ ചെയ്തതാണ്. സ്കിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ പുറത്ത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്. ഇത് ഓപ്ഷനിലാണ്, കുറച്ചുകൂടി റിച്ചായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വീട്ടാവശ്യത്തിനാണെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് ഇടുകയും ചെയ്യാം. ഇനി അടുത്ത ലെയറും ഇതുപോലെ വച്ചിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. 3ാമത്തെ ലെയറും വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി വെറ്റ് ചെയ്യാം. വെറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രം കോട്ടിംഗ് കൊടുക്കാം. നമ്മുടെ കേക്ക് ക്രം കോട്ടിംഗ് കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് മുകളിലായിട്ട് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം, മുകളിലും സൈഡിലും. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. മുകളിലൊക്കെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ട്. ഇനി നമുക്ക് റഫല്ലോ ക്യാൻഡി വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ക്യാൻഡി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇത് ഹോം മെയ്ഡാണ്. നിങ്ങൾക്ക് ഞാൻ വേറെ ഇതിൽ ഇടാം. ഇതിപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ റഫല്ലോ കേക്ക് റെഡിയായി. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡെക്കറേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റഫല്ലോ ക്യാൻഡി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ ഇടാം. ഈ കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ എന്നും ഇടുന്ന റിവ്യൂസും ബ്ലോഗ്സും റെസിപ്പീസും എല്ലാം നിങ്ങൾക്ക് ഉടനുകുടൻ കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.